മോഹൻലാൽ ദുരന്തബാധിതരെ കണ്ട് ആശ്വസിപ്പിച്ചു. അതിനുശേഷം 3 കോടിയുടെ സഹായവും പ്രഖ്യാപിച്ചു. രക്ഷാദൗത്യത്തിലുള്ള സൈനികർക്കും മോഹൻലാലിന്റെ വരവ് പ്രതീക്ഷയും കരുത്തുമായി. പക്ഷേ സോഷ്യൽ മീഡിയയിൽ മോഹൻലാലിന്റെ സന്ദർശനത്തിൽ ചിലർ ചീപ്പ് ഷോ കാണിക്കുന്നു. അവർക്കായി സന്ദീപ് ദാസ് എഴുതിയ കുറിപ്പ് വൈറലാവുകയാണ്. വയനാടിന്റെ മണ്ണിൽ മോഹൻലാലിനെ കണ്ടപ്പോൾ എനിക്ക് സന്തോഷമാണ് തോന്നിയത്. പക്ഷേ സോഷ്യൽ മീഡിയയിലെ ചിലർ ലാലിനെ വെറുപ്പുകൊണ്ട് പൊതിയുകയാണ്. ലാൽ കാണിക്കുന്നത് ചീപ്പ് ഷോ ആണെന്ന് കുറേ പേർ അഭിപ്രായപ്പെടുന്നു. ലാലിന്റെ പട്ടാള യൂണിഫോമിൽ ചെളി പുരണ്ടില്ല എന്ന് ചിലർ വിമർശിക്കുന്നു. ഇയാൾ അവിടെ പോയിട്ട് എന്ത് കാട്ടാനാണ് എന്ന ചോദ്യം ഉന്നയിക്കുന്നു. മോഹൻലാലിന് മറ്റുള്ള സൈനികരെ പോലെ പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന കാര്യം എല്ലാവർക്കും അറിയാം. കണ്ണുനീർ കൊണ്ട് പ്രളയമുണ്ടായ പ്രദേശത്ത് ഒരു ചെറുപുഞ്ചിരി വിരിയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ലാൽ വയനാട് സന്ദർശിച്ചത്. അതിനെ പോസിറ്റീവായിട്ടല്ലേ സമീപിക്കേണ്ടത്? ദുരന്തഭൂമിയിൽ നിന്നുള്ള ഒരു ഫോട്ടോ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. ഒരു ചെറിയ വീടിന്റെ ഉമ്മറത്ത് ഒരു കൂട്ടം ജവാന്മാർ ഇരുന്നു കൊണ്ടുറങ്ങുന്ന കാഴ്ച. വയനാട്ടിലുള്ള ആർമി ഉദ്യോഗസ്ഥർ നേരെ ചൊവ്വേ നീണ്ടു നിവർന്ന് കിടന്നിട്ടു തന്നെ ദിവസങ്ങളായിട്ടുണ്ടാകും. അത്ര വലിയ കഷ്ടപ്പാടുകളാണ് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 2000-ഓളം ആളുകളാണ് വയനാടിന്റെ മുക്തിക്ക് വേണ്ടി പ്രയത്നിക്കുന്നത്. സൈനികരും മറ്റുമുള്ള ഉദ്യോഗസ്ഥരും പൊതുപ്രവർത്തകരും സാധാരണക്കാരുമെല്ലാം രക്ഷാപ്രവർത്തനത്തിൽ പങ്കുചേരുന്നുണ്ട്. അവർക്ക് ഊർജം പകരാൻ മോഹൻലാലിന്റെ വരവിന് സാധിക്കും. മലയാളികൾക്ക് അദ്ദേഹം ഒരു കുടുംബാംഗത്തെ പോലെയാണ്. ഈ ദുരന്തത്തിൽ 300-ലധികം പേർ മരിച്ചു കഴിഞ്ഞു. 200-ലധികം മനുഷ്യരെ ഇനിയും കണ്ടെത്താനുണ്ട്. അവരുടെ ബന്ധുക്കളെ എങ്ങനെ ആശ്വസിപ്പിക്കും എന്ന് ആലോചിച്ച് നാം ഇപ്പോഴും വിഷമിക്കുകയാണ്. ആ സാധുക്കളെ കാണാനാണ് മോഹൻലാൽ പോയത്. അവരുടെ ദുഃഖം പൂർണ്ണമായി മാറ്റാൻ അദ്ദേഹത്തിന് കഴിയില്ലായിരിക്കും. പക്ഷേ അവർക്ക് ചെറിയൊരു ആശ്വാസം പകരാൻ ലാലിന് സാധിക്കും. അത് വലിയൊരു കാര്യം തന്നെയാണ്. വയനാടിന്റെ അതിജീവനത്തിനു വേണ്ടി ലാൽ 25 ലക്ഷം രൂപ നൽകിയിരുന്നു എന്ന കാര്യവും മറക്കരുത്. എല്ലാ അർത്ഥത്തിലും അദ്ദേഹം മാതൃകയാവുകയാണ്. മോഹൻലാൽ വയനാട് സന്ദർശിച്ചപ്പോൾ ആളുകൾ കോപാകുലരാകുന്നു. അദ്ദേഹം അവിടെ പോയില്ലായിരുന്നുവെങ്കിൽ മറ്റൊരു തരത്തിൽ വിമർശനം ഉയരുമായിരുന്നു. ഇയാൾക്ക് എന്തിനാണ് കേണൽ പദവി കൊടുത്തത് എന്ന് പലരും ചോദിക്കുമായിരുന്നു. ലാൽ എന്ത് ചെയ്താലും അതിൽ കുറ്റങ്ങൾ കണ്ടെത്തുന്ന പ്രവണത ശരിയല്ല. മോഹൻലാലിനെ കണ്ടപ്പോൾ വയനാട്ടിലെ ആളുകൾ ചെറുതായിട്ടെങ്കിലും ഒന്ന് ചിരിക്കുന്നുണ്ട്. ലാലിനോട് ഐക്യപ്പെടാൻ എനിക്ക് അതുമാത്രം മതിയാകും.